ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. അപ്പോൾ പുതിയൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സന്തോഷ വാർത്ത കൊണ്ടാണ് കേട്ടോ. അതായത് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്കറിയാം, ഡെയിലി നമ്മുടെ വീഡിയോ കാണുന്നവർക്കറിയാം, യൂട്യൂബ് ചാനൽ 1K സബായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു എന്താ പറയുക, നല്ലൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ടും കൊണ്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനി ഇവിടുന്ന് ഇങ്ങോട്ടും എല്ലാവരും സപ്പോർട്ടും വേണം. അപ്പോൾ ഇതുവരെ എന്താ പറയാൻ വാക്കുകളില്ല ഗൈസ്. അപ്പൊ ഇനി ഇവിടുന്ന് അങ്ങോട്ടും നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടാവണം, വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, അങ്ങനെയൊക്കെ. പിന്നെ അപ്പോൾ 1K ആയിട്ട് ചെറിയൊരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് അതവിടെ ഉണ്ട്, അതിനാണ് ഈ കാത്ത് നിൽക്കണത്. ഇന്ന് ഉച്ചയ്ക്ക് ഞാനിവര് സ്കൂൾ കഴിക്കായിരുന്നു. അപ്പോൾ എന്താപ്പോ ഞാൻ കേക്ക് മുറിക്കണം അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നിയമോളിറ്റ് ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ എന്താ ഓരോരുത്തർ റീലൊക്കെ കാണുമ്പോൾ കേക്ക് മുറിക്കണം. അപ്പോൾ നമ്മളെന്നാ മുറുക്കാൻ വെച്ച് അങ്ങനെയൊക്കെ ചോദിച്ചു വരും കേട്ടോ. അപ്പോൾ ഞാൻ പറയും നമുക്ക് 1000 സബ്ബാവട്ടെ എന്നിട്ട് മുറിക്കണമെന്ന് പറയും. അപ്പോൾ ഇവരെന്താട്ടോ എൻ്റെ യൂട്യൂബ് ചാനൽ ഡെയിലി എടുത്ത് നോക്കും എത്ര അയക്കണം എന്നുള്ളത് കേട്ടോ. ഞാനങ്ങനെ എന്താ ആദ്യമൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നമുക്ക് അങ്ങനെ അത്ര വലിയ അണ്ടർസ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ ഇടക്കിടക്ക് എടുത്ത് നോക്കിയേ, ക്യാമറ ഇളക്കണ്ടേ, അങ്ങനെയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇവരിങ്ങനെ എപ്പോഴെപ്പോഴും എടുത്ത് കൊടുക്കണതേ. പിന്നെ നമുക്ക് എന്താ പെട്ടെന്ന് അങ്ങോട്ട് അയക്കാൻ കേട്ടോ, ഒരിക്കലും പ്രതീക്ഷിക്കാതെ അങ്ങോട്ട് അയക്കാണ് 1K. അപ്പോൾ പിന്നെ മക്കളോട് പറഞ്ഞ വാക്കല്ലേ, അപ്പോൾ എന്താ ഇവരോട് പറഞ്ഞ വാക്കല്ലേ, പാലിക്കാതിരിക്കാൻ പറ്റല്ലോ. പിന്നെ തൊഴിലൊന്നും അറിയണുണ്ടാവില്ല. പിന്നാലെ നടന്ന് കേക്ക് വാങ്ങി വെച്ച് എന്താ പറയുക, ഇത് ആയിട്ട് 3-4 ദിവസം ആയിട്ടോ. പക്ഷെ അന്ന് ഞാനത് വാങ്ങിച്ചില്ല. അതായത് ആ ഒരു കേക്ക് ഞാൻ വട്ടപൂജ്യത്തിൽ നിൽക്കുന്നതാണ് ഇതായിട്ടുള്ളത്. ആ ഒരു കേക്ക് വാങ്ങിക്കാനുള്ള കാര്യം കൂടെ ഇന്ന പൈസ കൂടെ ഇന്ന കയ്യിലുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്താ പൈസ കിട്ടട്ടെ എന്ന് കരുതിയിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ കാക്കു പൈസ അയച്ചന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഇപ്പോൾ ഈ പ്രവാസികളെ അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ, കയ്യിൽ കാശ് കിട്ടിയ ഇതാന്ന് പറയുമ്പോഴേക്കും ചിലവാകും കേട്ടോ. അതായത് നമുക്ക് ഈ കാശ് കിട്ടുമ്പോഴേക്കിന് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഇവിടെ വന്ന് വെച്ചിട്ടുണ്ടാവും. അതായത് കുറിയായിട്ടും ലോണായിട്ടും അങ്ങനെയൊക്കെ. അപ്പോൾ എന്താ പൈസ കിട്ടട്ടെ എന്നിട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ 2-3 ദിവസമായിട്ട് അങ്ങനെ നിന്നതാണ്. പിന്നെ ഈ ഒരു കേക്കിന് എന്താ കുട്ടികളൊറ്റക്കല്ല ദൂരം കെടുക്കുന്നത്. അതായത് തറവാട്ടിലില്ലോലും പിന്നെ ഞാനിത് സ്റ്റാറ്റസ് ഇട്ടിട്ട് എല്ലാവർക്കും വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എന്താ ചിലവ് വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർ, അതേപോലെ തന്നെ മാളിക്കുന്നത്തോലും നാത്തോനൊന്നും ഒരു ദൂരം തരുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നാളെ മാളിക്കുന്ന് പോകുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് ഇനി ചെറിയൊരു പീസ് അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. അനിയത്തി മക്കളും അതേപോലെ അങ്ങാടി പുറത്തില്ലോലും ഉമ്മാൻ്റെ വീട്ടുകാരൊക്കെ ഒക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. പിന്നെ തറവാട്ടിലില്ലോലും ഇവിടെ ഇന്നിപ്പോൾ തറവാട്ടിലില്ലോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. തറവാട്ടിൽ നിന്ന് ഉമ്മ വിരുന്ന് പോയിക്കാണ്. പിന്നെ ഫസ്മി 2-3 ദിവസമായിട്ടുണ്ട് ഓള് പോയിട്ട്. പിന്നെ കുഞ്ഞോളം മക്കളുണ്ട് അവിടെ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേക്ക് മുറിച്ചിട്ട് രാത്രിയാണ് ഈ ഒരു കേക്ക് മുറിക്കണത്. കാരണം സ്കൂളല്ലേ, സ്കൂൾ വിട്ടാൽ മദ്രസക്ക് പോവും. അങ്ങനെ ഈ ഒരു ടൈമിലാണ് മുറിക്കാൻ പറ്റിയത്. കേക്ക് ഞാൻ ഉച്ചക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഈശ്വല് ഉച്ചക്ക് തുടങ്ങിയതാണ്. എപ്പോഴാ മുറിച്ചിടെന്ന് ചോദിച്ചു ഇങ്ങനെ പിന്നാലെ നടക്കല് കേട്ടോ. അപ്പം ഇനി ഈ കേക്ക് മുറിച്ചിട്ട് ഇനി തറവാട്ടിൽ ഇല്ലോൽക്ക് അവിടെ ഓർക്ക് എന്താ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കണം. അങ്ങനെയാണ് കരുതിയിട്ടുള്ളത്. അപ്പോൾ പിന്നെ കാക്കുവിന് എന്താ അവിടെ സൗദിയിൽ കൂട്ടുകാർ കേക്ക് വാങ്ങണം മുറിക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ ഇനിയിപ്പോൾ കാക്കൂനാണെങ്കിലും അവിടെ സൗദിയിൽ എന്താ കൂട്ടുകാരൻ കേക്ക് വാങ്ങണം മുറിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു തൊഴിലവും കൊടുക്കണില്ല കേട്ടോ. അപ്പോൾ എനിക്ക് ഞാൻ കേക്ക് വാങ്ങിയിട്ട് മുറിക്കണ വീട് ആള് പണിയുടെ തിരക്കാവട്ടൊന്നും നടന്നിട്ടില്ല. അപ്പോൾ നിൽക്കേ മതി കേക്ക് മുറിക്കാനാണ്. അപ്പോൾ എന്താ പണിയുടെ തിരക്കിൽ ഒന്നും നടന്നിട്ടില്ല, വാങ്ങാനോ ഇത് എന്താ മുറിക്കാനും. അപ്പോൾ അവനോട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് വിട്ടേണ്ട ഞാൻ എന്താ കേക്ക് മുറിക്കണൊക്കെ യൂട്യൂബിൽ ഇട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്.
അപ്പൊ ഇനി ഇത് മുറിച്ചിട്ട് വേണം ഈ രാത്രി തന്നെ തറവാട്ടിൽ ഇത് കൊണ്ടു കൊടുക്കാന്. നമ്മള് കൊണ്ടു കൊടുക്കന്നെയല്ല എന്നിട്ട് കുഞ്ഞോൾക്കും മക്കൾക്കും ഉള്ളത്. പിന്നെ ഫസ്മി ഇമ്മന്ന് അവിടെ എല്ലാ പോലും വരുമ്പോ പിന്നെ അങ്ങനെ കൊടുക്കാല. അത് പിന്നെ പെരിന്തൽമണ്ണ കടയിലുമാണ് എല്ലാരും ഏൽപ്പിച്ചിട്ടുള്ള ഒരു സംഭവമാണിത്. നാളെ പിന്നെ മാളിക്കുന്നിക്ക് ഉള്ളത്. പിന്നെ മാളിക്കുന്നില് ഉമ്മ ഇങ്ങനെ കഴിക്കൂല, നാത്തൂന് ഒറ്റക്കുള്ള ആടെ. അപ്പൊ ഓൾക്കുള്ളത് നാളെ വാങ്ങിച്ചോണ്ട് വരാന്ന് പറയണം. എന്തായാലും കേക്ക് ഫ്രിഡ്ജിൽ ഇരിക്കണുണ്ട്, ഇനി വേഗിക്കണില്ല. അത്രക്കും ക്ഷമ നഷ്ടപ്പെട്ടു പോയിക്കോളൂ രണ്ടാകും. അപ്പൊ ഇനി അത് മുറിക്കട്ടെ ഞങ്ങള്. നട ഇതൊക്കെ സ്റ്റാൻഡ് കൊണ്ട ഇളകണ്ട് നേരെ ഇരിക്കും. അപ്പൊ വാങ്ങിച്ചിട്ടുള്ളത് 1 kg ബ്ലാക്ക് ഫോറസ്റ്റിന്റെ ഒരു കേക്കാണ് കേട്ടോ. കാരണം എല്ലാവർക്കും ഇഷ്ടം ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്, അതുകൊണ്ടാണ് എപ്പോഴും അതിനെ വാങ്ങിക്കണത്. ഇഷന്റെ വിചാരം ഓളുടെ ബർത്ത്ഡേ എന്നതാണ് കേട്ടോ. ബർത്ത്ഡേക്ക് കേക്ക് മുറിക്കാൻ എന്റെ ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാണെന്ന് പറഞ്ഞ ഇരിക്കുന്നുണ്ട്. ഓൾക്കിപ്പോ ഇതൊന്നും അറിയില്ലല്ലോ. എന്തായാലും ഞങ്ങള് കേക്ക് മുറിക്കാം. ഇതിവിടെ കട്ടെ ഞാനിതിലൊരു ഫോട്ടോ എടുക്കട്ടോ. അപ്പൊ ഞാനിതിന്റെ 2 ഫോട്ടോസ് എടുക്കട്ടെ, എന്നിട്ട് നമുക്ക് മുറിക്കാം. ആ ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങള് കേക്ക് മുറിക്കട്ടെ. നേരത്തെ ഈശ്വല ഇങ്ങോട്ട് ഇരിക്കേ. ഞാനോ ഇങ്ങോട്ട് വാ. ഞാനോ മുറിച്ച് ഇനി വേണ്ട, ഇനി ഉമ്മച്ച് തരാം. ഞാൻ തരാം, ഞാൻ തരാം. ഞാൻ ആദ്യം ശരി തിന്നോ. നല്ല രസം. ക്രീമുകൾ എടുത്തിട്ടാക്കുന്നേ അടിപൊളി. നീ കേടത്തല്ലേ, നീ തറവാട് കൊണ്ട് കൊടുക്കണ്ടേ? ആ വിളിക്ക, വാ വിളിക്കേ ആണ്ടേ. ഞാൻ പീസാക്കി തരാം. അപ്പൊ ഇനി ഇതൊക്കെ പീസാക്കി എന്താ പറയാ പാത്രത്തിലാക്കട്ടെ, തറവാട് കൊണ്ടുപോയി കൊടുക്കാം നമുക്ക്. അപ്പൊ ഞാൻ ഇത് പീസാക്കട്ടെ. ആദ്യം ഇവർക്ക് ഉണ്ടാക്കും ഓരോ പീസ് കൊടുക്കട്ടെ. ഏത് അത് ക്രീമല്ലേ? പാത്രം ഇനി വിട്ടു വയ്ക്കാം. ഇനി മതി, ഇനി ഞാൻ പീസാക്കട്ടെ. എത്ര പീസ് വേണം? കൊറേ പീസുകളാക്കട്ടെ. നിക്ക നിക്ക ഞാൻ പീസാക്കട്ടെ. ഇച്ചലേ കൈയിട്ടതാക്കല്ലേ ആടെ പാടുന്നു. കൈയിട്ട ഞാനും എന്നെ കൊണ്ടുപോലെ തരാം. അപ്പൊ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും പാത്രത്തിലാക്കിയിട്ടുണ്ട്. മൂന്ന് പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഇത് കുഞ്ഞോളിന്റെ അടുക്ക്, അത് തറവാട്ടിക്ക്, പിന്നെ ഇത് ഞങ്ങള് പോണ വഴിയില് എന്താ ഞങ്ങളെ അമ്മായി ഉണ്ട്, അമ്മാവനും. അപ്പൊ ഇതാവിടക്ക് രാത്രിയാണ് ഇനിയിപ്പോ തറവാട്ടിക്ക് പോകുന്നത്. ഒറ്റക്ക് പോവാനും പേടിയൊക്കെ കണ്ടിട്ടോ. കുറച്ചാണ് നടന്നോളൂ. ഒരു കല്ലിട്ട് കയറിയ കറി പോവാ. ഇച്ചല ഇനി വന്നിട്ട് തിന്നാ പോരെ. ഇത് കൊണ്ടില്ല. നെച്ചുകുട്ടി ഇവിടെ എല്ലാവരും കൊട വാർത്തക്ക് കടയിൽ പോയി കാണും. പിന്നെ അപ്പൊ ഓനിക്കുള്ളത് കൊട വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഇത് കൊണ്ടുപോയി കൊടുത്തു നമുക്ക്. അറിയട്ടോ, ഓർക്ക് അറിയാന്ന് കേക്ക് മുറുക്കുണ്ട് നോക്കി. അപ്പൊ ഞങ്ങളുടെ ചെറിയൊരു സന്തോഷം.
അപ്പോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് കൊണ്ടാണ് ഇവിടേക്ക് എത്തിയത്. നിങ്ങളെ സപ്പോർട്ട് വേണം. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും 1000 നന്ദി. ഇറങ്ങി അപ്പൊ കൊണ്ട കൊടുക്കാം. രാത്രിയാണ് ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം അതിൻ്റെ കുറച്ച് ക്യാമറക്ക് ക്ലാരിറ്റി കുറവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ഷമിക്കുക. പകല് ഞാൻ പറയില്ലേ മക്കൾക്ക് ഇനിയിപ്പോൾ നീണ്ടുപോയാൽ അങ്ങനെ നീണ്ടുപോകും. മക്കൾക്ക് സ്കൂളാണ്, സ്കൂൾ എക്സാമും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ നമുക്കത് കൊണ്ടുപോയി കൊടുത്ത് പോയി നടക്കുക. അങ്ങനെ തറവാട്ടിലെത്തിയിട്ടുണ്ട്. അമ്മായിക്കുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അമ്മായിക്കില്ല അവിടെ വെച്ചിക്കാണേ. ഓലി ഞങ്ങളുടെ അവിടെ ഒരാൾ മരിച്ചിട്ട് അപ്പം അതിൻ്റെ മൗലൂദുണ്ട്. അപ്പം അങ്ങോട്ട് പോകുന്ന കാണാം. തറവാട്ടിൽ ആരുമില്ല, അമ്മി വസ്മിയൊന്നുമില്ല. പിന്നെ ഇനി കുഞ്ഞോൾക്കിട്ടുള്ളത് കൊടുക്കാം നമുക്ക്. കുഞ്ഞോളെ പരീക്ഷ എങ്ങനെ ഉണ്ടായിരുന്നത്തെ? ഒക്കെ എഴുതിയോ? എന്നാ കേക്കുന്നോ? കാത്തിരുന്നിട്ട് അടിപൊളിയോ? ഇപ്പൊ പരാതി തീർന്നില്ലേ? 1K സബ് ഇനി ചോദിച്ചേട്ടില്ലേ? ഇനി 10K സബായിട്ടുള്ള കേക്ക് മുറിച്ച. ആ മന്തിയോ? എന്നാ നമ്മക്ക് അന്ന് ഇനി മന്തി വെക്കാം അല്ലേ? ആയിക്കോട്ടെ. അങ്ങനെ തറവാട്ടിലൊക്കെ പോയി ഓൽക്കുള്ള കേക്കൊക്കെ കൊണ്ടു കൊടുത്ത് ഞങ്ങളിപ്പോൾ വീണ്ടും ഞങ്ങളുടെ വീട്ടിലെത്തി. കുഴങ്ങിട്ടോ, കാരണം കുറച്ചൊക്കെ നടന്നു പോകാനുണ്ട്. അപ്പം ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങളെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുകയാണ്. മറക്കരുതെന്ന് ഈശ്വല്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെയൊക്കെ അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.